ടൂറാ? അയ്യ മാമി അറിഞ്ഞത് ഈ ചെറുക്ക നാറ്റിക്ക്. ജോഷ് ഫ്രെയിമിന്റെ അകത്ത് കയറ്. പോവാ മേലെ ചെറുക്കനെ കളിയാക്കാല്ല. വളർന്നിരുന്ന അഭിനയ തിലകമാണ് തിലകം. എനിക്ക് അവനെ കാണാൻ ഓർമ്മ വരും. അത് എപ്പോഴും ഞങ്ങൾ പടം എടുക്കാൻ പോണ്. ഹെവൻലി പ്രൊഡക്ഷൻസിന്റെ പ്രൊഡക്ഷനിൽ ജോഷ് പൈസ ഇറക്കാം. ഹിറ്റ് ആവണമെങ്കിൽ ഉണ്ടല്ലോ ആമി. ഹിറ്റാ ചുമ്മാ അല്ല പട്ടെടുത്ത് കടിക്കണം. അത് തന്നെ ഇപ്പോഴും ഫോണിന്റെ ക്വാളിറ്റി ഉണ്ടാ. ഓ പിന്നെ റെഡ്മിക്ക് നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ. ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്ത് വല്ലതും പറ. സ്വാഗതം. ഇവിടെ കടിക്കട്ട് കടിച്ചു കഴിഞ്ഞാ എടാ മനുഷ്യൻ കടിച്ച പേര് ഇഞ്ചക്ഷൻ എടുക്കൂടാ. ഇത് മറ്റേ വണ്ണിട്ടേക്കണോണ്ടാണ് ഇത്ര അടുത്ത്. അൾട്രാ വിട്ടാലേ കൊള്ളൂലടാ. 8 മെഗാ പിക്സലല്ലേ ഉള്ളൂ. ശ്രീജയും ചാർലി പൂച്ചയാണെങ്കി ഉണ്ടല്ല നിന്റെ എല്ലാം കൂടെ കടിച്ചോണ്ട് പോവും. പട്ടിയാണെങ്കിൽ കടിച്ചോണ്ട് പോവും. പട്ടി എവിടെ ഉണ്ട്. ഒരു ദിവസം പിടിച്ച് കടിച്ചതിന് അവ എന്തൊക്കെ ഇട്ട് സ്റ്റോറിയൊക്കെ ഇട്ട്. ഇതെങ്ങനെയുണ്ട് കൊണ്ട് ഞാമി വീട്ടിൽ നിന്ന പോലെ അന്നോട് ഇടാൻ നോക്കണം. നടന്നില്ല, ഉണങ്ങിപ്പോയി. ഹലോ സുഹൃത്തുക്കളെ, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എവിടെ പോകുന്നു? വെട്ടുകാട് പള്ളിയിൽ പോകും. വെട്ടുകാട് എവിടെ പോണ്ടാ? വെട്ടുകാട് പള്ളി. വെട്ടുകാട് ഞാൻ ചളി അടിക്കട്ടെ? വേണ്ടല്ലേ. ഹലോ സുഹൃത്തുക്കളെ, എല്ലാവരും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നീ നടന്നു വരാതെ ഞാൻ പിറകി പോയി വീഴും. എവിടെ പോകും? അങ്ങോട്ട്. ഇവിടെ നല്ല ഫ്രെയിം. എന്റെ ഫോൺ എടുക്കണോ? ചെമ്പരത്തി എന്റെ ഫോണാണ് കാണിച്ചു കൊടുക്കണം. ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു വ്ളോഗ് എടുക്കുന്നത്. ബിക്കോസ് ഓഫ് സം ടൈം തിരക്ക്, വർക്കിൻ്റെ ബിസി തിരക്ക്, അങ്ങനെയുള്ള രീതികളിൽ നമ്മളിന്ന് നമ്മുടെ അമ്മയും നന്ദുവും അനിയനും കൊണ്ട് വെട്ടുകാട് പള്ളിയിൽ, അനിയത്തുമായിരിക്കും വെട്ടുകാട് പള്ളിയിൽ. അവൻ പെണ്ണൂടെ പോയിട്ടുണ്ട് കൺഫേം. പറയണേട്ടോ, അവയാണെങ്കിലും പെൺപിള്ളേരോടെ പോയിട്ടുണ്ടാവും മിക്കവാറും നമ്മളവിടെ എത്തുമ്പോ. അത് ചുമ്മാ അറിഞ്ഞാമി. എല്ലാവരും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് വന്നു, അതായത് കുറച്ചധികം ഗ്യാപ്പ് വന്നു. മുമ്പ് ഇടയ്ക്ക് കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്തെങ്കിലും വർക്കും തിരക്കും ഒക്കെ ആയിട്ട് കുറേ ദിവസം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം സ്റ്റക്കായിപ്പോയി. പിന്നെ എടുക്കാൻ ഒരു മടിയായിരുന്നു, വലുതായിട്ട് അങ്ങോട്ട് വീഡിയോ ഇത് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നും കുറേ ദിവസമായിട്ട് നമ്മളിങ്ങനെ സർപ്രൈസ് വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ വീട്ടിൽ ഇന്നും ഒരു സർപ്രൈസ് ആയി. കാരണം ഈ കഴിഞ്ഞ നവംബർ 15-ാം തീയതി എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അമ്മയ്ക്ക് അങ്ങനെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാനോ കേക്ക് കുറിക്കാനോ ഉള്ള ടൈമിലില്ലായിരുന്നു. ഞാൻ വർക്കിനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അമ്മ ആവശ്യപ്പെട്ടത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു ഫോൺ വേണമെന്നാണ്. അപ്പോൾ അമ്മയ്ക്കൊരു ഫോൺ വേണം, ഫോണിൽ സ്പേസ് ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത്രയും ഫണ്ടൊന്നും കയ്യിലില്ല എടുക്കാൻ, അതുകൊണ്ട് ഫോണായിട്ടൊന്നും എടുക്കണ്ട എന്നാണ് വിചാരിച്ചത്. പക്ഷേ നമുക്ക് അപ്പോൾ കഴിച്ച് അപ്പം നമുക്ക് അതിനുള്ളൊരു ഫണ്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആ ടൈമിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇപ്പോഴും ഫണ്ടില്ല. പക്ഷേ അതൊന്ന് ചെറിയൊരു സർപ്രൈസ് എന്നുള്ള രീതിയിൽ, വലിയ സർപ്രൈസ് എന്നാൽ ചെറുതൊരു സർപ്രൈസ് ആയിട്ട് അമ്മയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇന്നും എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ച് നമുക്കൊരു ഫോൺ എടുക്കാൻ പോകാണ്ട്. അമ്മയുടെ ഫോണിനോട്ട് സ്പേസ് ഇല്ല. അമ്മ ഇപ്പം ഡിഗ്രിക്ക് പഠിക്കാൻ പോകുന്നുണ്ട്. വിൻ 46-47 ഏജ് മദർ ഈസ് ഗോയിങ് ടു സ്റ്റഡി. അപ്പം പഠിക്കാൻ. അപ്പോൾ അവിടുത്തെ നോട്ടും കാര്യമൊക്കെ ഒന്ന് അമ്മയിരിക്കണ 64 GB ലോ മോഡലാണ്. അപ്പോൾ കുറച്ചും കൂടി സ്പേസ് കൂടിയ, സ്പേസ് മാത്രമേ ഉള്ളൂ, വേറെ അത്യാവശ്യമൊന്നുമില്ല. അപ്പം അങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ വിചാരിച്ച് നമുക്കൊരു ഫോൺ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ബർത്ത്ഡേക്ക് ചുരിദാറൊക്കെ, ഇപ്പം ഞാനൊരു ഫോണായിട്ട് വാങ്ങിച്ചു കൊടുക്കാം. ഇന്നും എൻ്റെ അടുത്തൊന്ന് ചോദിച്ച് ഫോൺ എടുക്കാൻ പോകേണ്ടതെന്ന് വിചാരിച്ച്
അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ പറഞ്ഞ് നാളെ പോവാം, ഇന്ന് വയ്യ, ഇന്നലെ വർക്ക് കഴിഞ്ഞ് വന്നേ ഉള്ളൂ, ഇന്ന് കിടന്ന് ഉറങ്ങാൻ, നാളെ പോകാമെന്ന്. കാരണം ഫോൺ ഇന്ന് വരും, ഫോണിപ്പോൾ വന്നിവിടെ ഇരിപ്പുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടി ഇന്ന് വെട്ടുകാട് പരിപാടി ഇറങ്ങി. അപ്പം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഈ ജിത്ത് ഇപ്പോൾ ജിത്താണ് ബാക്കിലെ ക്യാമറമാൻ. അപ്പോൾ ജിത്ത് എടുക്കുന്ന ജിത്ത് അന്തമുണ്ട് ലൈറ്റ്മാൻ. അപ്പോൾ എന്തൊരു ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജിത്തിൻ്റെ ഫോണാണ് അമ്മയ്ക്ക് എടുക്കണമെന്ന് പറഞ്ഞത്. കാരണം ഇത് ഞാനും അമ്മയും എടുത്ത് എല്ലാവരും പോയാണ് നമ്മൾ ഈ ഫോൺ എടുത്തത്. അപ്പോൾ ഈ ഫോണിന് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൽ സ്പേസ് കൂടി ഒരു സാധനം എടുക്കണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും, ഈ ഫോണ് അമ്മയെ കാണിച്ചിട്ട് ഇതാണ് ഇതിൻ്റെ ഹൈ എൻഡ് മോഡലെന്നുള്ള അമ്മയ്ക്ക് അറിയാം. പക്ഷേ എന്നാൽ കളിപ്പിച്ചിട്ട് എന്നാൽ ഇതിനെക്കാട്ടിയും കൂടി ഒരെണ്ണം ഉണ്ടെന്ന് ഞാൻ ഫോണെടുത്ത് കൊടുക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. ചിലപ്പം ഞാനാണ് എവിടെ സർപ്രൈസ് അവതരിപ്പിച്ചാലും ഇത് തന്നെ. അപ്പോൾ കളി എന്തായാലും അറിയും, എന്തായാലും ഡൗട്ട് അടിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ ടൈം ആകുമ്പോൾ നൈസ സർപ്രൈസ് കണക്ക് കാണിച്ചെടുക്കുക എന്നാണ് വിചാരിക്കുന്നത്. സർപ്രൈസ് അപ്പോൾ പറയും ഇത് ഞാൻ നേരത്തെ അറിഞ്ഞ് എന്തോ പരിപാടി ഉണ്ടാകുന്നുള്ള രീതി അറിയും. അത് വേറെ സംഭവം. എവിടെ പരിപാടി ചെയ്തെന്ന് വെച്ചാൽ അത് ഫ്ലോപ്പാണ്. എന്തായാലും സർപ്രൈസ് ആവുമെന്ന് നോക്കാം. സർപ്രൈസ് ആയി അത്രയും നല്ലത്, അത്രയും അല്ലേ? അപ്പം അവിടെ എത്തുമ്പോൾ കാണാം. ഫോണ് തന്നെയാണ്. എടാ ഇതെങ്ങനെയുണ്ടോ ഉപയോഗിച്ചിട്ട്? നൈസ് ഫോണോ? സൈസ് പോണെന്നല്ല, നൈസ് ഫോൺ. കോഡ് എത്രടാ? കോഡ് എന്തിനാ അമ്മയ്ക്ക്? കോഡ് എന്തിനാ? 9656. അത് എൻ്റെ ഫോൺ നമ്പർ. അത് രാവിലെ കാണിച്ച ഫോണാണോ? അത് ഞാൻ രാവിലെ കാണിച്ചു കൊടുത്തത്. അവൻ പറഞ്ഞു പക്ഷേ എന്ന് പറഞ്ഞു നീ 10 അറിഞ്ഞു. അമ്മയ്ക്ക് പിന്നെ ഗെയിം കളിയില്ല, കണ്ട ആക്രമിക്കുന്ന ഗെയിമെല്ലാം ആലോചിച്ചിട്ടുണ്ട്. അതിനാണ് കുറെ സ്പേസ് പോകണം. നമുക്ക് ഫോൺ വേണമെന്നല്ല, ഫോൺ കിട്ടിയാ പോരും. സെയിം അല്ല, രാവിലെ കാണിച്ചു. കൂടുതലാണോ അത്? അമ്മ എവിടെ കൊണ്ടുപോയി? ഞാൻ ഇത് മറ്റേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ചുമക്കാൻ അമ്മേരൊക്കെ മന്തി ഒന്നും വില എന്തിനറിയണ? 256 8 GB 256. ഞാൻ പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ, അമ്മയ്ക്ക് സ്പേസ് മതി. ഫോൺ ഏതായാലും അമ്മയ്ക്ക് കുറെ സ്പേസ് വേണം. കുറച്ചുകൂടി പൈസ ഉണ്ടെങ്കിൽ 1 TB എടുത്തു കൊടുക്കായിരുന്നു. 1 TB ഉണ്ടോ ഇതിന്റെ? 500 എത്ര? ഇതിന്റെ 500 എത്ര ഇല്ല, ഇതിന്റെ 500 എത്ര ഇതിലില്ല. അതില് മറ്റേ 12 GB 200. ഇത് 256 ആയാലും മാക്സിമം കണ്ടോളൂ. ഹൈ എൻഡ് കാണിക്കണില്ല. അപ്പൊ ഇത്രേ കാണും മാക്സിമം അത്രയും പറഞ്ഞു. അല്ലെ മെമ്മറി SD കാർഡ് വാങ്ങിട്ടാ പോരെ? SD കാർഡ് ഇപ്പോഴത്തെ ഒണ്ടാ ഹൈബ്രിഡ് ഇല്ലേ? ഹൈബ്രിഡ് ഇല്ലടാ, ആപ്പിൾ 70 Pro Max. അതൊക്കെ ഭാഗ്യം. നമ്മൾ നടത്തുന്ന ആദ്യമായിട്ടാണ് പാള. അല്ല രണ്ടാമത് സർപ്രൈസ് ആണ്. പറ്റിച്ച് നമ്മളായിട്ട് അങ്ങ് ഇതായി കളറായി. മന്തി ആടാ, ബിരിയാണി മതിടാ. വയറ് വയ്യടാ. ഞാൻ ഗുളിക കഴിച്ചു വയറ്. നീ ഏത് പാർട്ടിക്കടാ വോട്ട് ചെയ്യാൻ പോണ? ഞാൻ വോട്ട് ചെയ്യും. നീ ആർക്ക് ചെയ്യാൻ പോണ? കമ്മ്യൂണിസ്റ്റ്. എനിക്ക് വോട്ടേ ഇല്ല. ചേട്ടൻ തന്നെ എനിക്ക് വോട്ടില്ല. കഴക്കൂട്ടത്തല്ലേ എന്തോ അടിച്ചു കയറി അറിഞ്ഞോക്കാം. ഞാൻ ഇടുന്നില്ല. കമന്റ്സ് ആരൊക്കെയാണ് ഇപ്പോഴും ഇവിടെ വോട്ടിടാൻ താല്പര്യമുള്ളത്? ഇറങ്ങണമെങ്കിൽ വെറുതെ പറഞ്ഞിട്ട് കൊടുക്കാം. ഉപകാരമൊന്നുമില്ല, എന്നാലും വെറുതെ പോയിടാ. ഉപകാരമില്ല, ഉപയോഗമില്ല. അങ്ങനെ ജയിക്കൂലല്ലോ. ഇവിടെ BJP ജയിക്കണില്ല, പിന്നെ ഇങ്ങനെ അങ്ങേര് ജയിക്കണം. സ്വാതന്ത്ര്യനാടാ അങ്ങേര് മറ്റേ ആം ആദ്മി പാർട്ടിയുടെ. ആണേ
അത് തോന്നുന്നു പതുക്കെയാണ് പോണേ. ഇവിടെ മറ്റേ പുറത്തൊക്കെ പാർട്ടി ഇതാണ്, പുറത്ത് മറ്റേ അവന്മാര് മറ്റേ ഇതൊക്കെ ഉണ്ട്, എന്തൊക്കെ റവല്യൂഷനായിട്ട് എന്തൊക്കെ ചെയ്തെന്നൊക്കെയാണ് പറയുന്നത്. അത് BJP ഭരിക്കണേ കൊണ്ടാണ്. എന്തിനാണ് നടക്കാത്തത്? അവിടെ 2.5 ലക്ഷം കേസാ. BJP ഭയങ്കര സെറ്റ് എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന. ഞാനും ബാക്കി ഇരിക്കണ എടുത്തോണ്ട് കാട്ടായിക്കോടെ തന്നിട്ടേടാ മോദിയുടെ പടം കണ്ടിട്ടേ എന്റെ അണ്ണ ഇരിക്കണമെന്ന് അണ്ണന്മാര് കുരിച്ചു ചേർത്തി ഇട്ടിടിച്ച്. ഇല്ലില്ല അല്ല അല്ലടാ, അന്ന് എന്തെന്ന കാര്യം, അന്ന് നമ്മൾ ഈ മറ്റേ ഷാഗ് അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ പോയിരുന്നല്ലോ, അതാണ് അതിലോട്ട് ഇതായത്. പിന്നെ മനസ്സിലായി ഒരു തെണ്ടികളും നേരെയില്ലെന്ന്. അതോടെ മതിയായി. എല്ലാണോ പറയത്തില്ലേ. ചിലവര് നല്ലവരും കാണും. 100 പേരിൽ 50 70 പേര് ഞങ്ങളുടെ കൊള്ളാം. 70 പേര് മോശമാണെന്നും പറഞ്ഞ് 100 പേര് മോശമാണെന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ. 30 പേര് നല്ല അടിപൊളിയാ. ഇതാണ് നമ്മുടെ സച്ചിന്റെ ട്യൂഷൻ ക്ലാസ്. അവനെ വിളിച്ചിറങ്ങി. വിളി കുറച്ച് ചോറ് 1:28 6:40. അവനെ വിളി വരാൻ പറ. ജോയ്സ് വ്ലോഗ് എടുക്കണോ? എന്ത് പറയാനുണ്ട്? എനിക്ക് അടി കിട്ടണ വ്ലോഗില് വരണമെങ്കിൽ വേണ്ട, അകത്ത് വ്ലോഗ് എടുക്കാം. സർപ്രൈസ് കൊടുത്താലോ? പഠിക്കാൻ കാരണം പഠിക്കാൻ പോയ ചെറുക്കന്റെ വ്ലോഗ് എടുത്തെന്നും പറഞ്ഞു. അടി കിട്ടൂല. മണിക്കൂറാണ് ക്ലാസ് ആയ 1 മണിക്കൂറായെങ്കിൽ എന്തോ ഒന്ന് നോക്കണ പോയി വിളിച്ചിട്ടാ. അവന്റെ ഇരിപ്പ് കണ്ടാ അറിയാം അവൻ അകത്ത് കയറണോന്ന്. അവിടെ എന്റെ ഡാഡി ജ്യോതിഷ് ബ്രോ അമ്മ പോയി വിളിച്ചിട്ട് അമ്മയ്ക്കില്ലേ ചേച്ചി അറിയാവോ? ട്യൂഷൻ ക്ലാസ് ചെന്ന് ചെറുക്കനെ വിളിച്ചിറക്കായി. കണയത്ത് അവിടെ കാണും, കണയത്തിലൊക്കെ വിളി. അമ്മ വിളി, അച്ഛനെ വിളി. ഇങ്ങോട്ടേക്ക് കയറി 1 മണിക്കൂർ ഇരിക്കുക, എന്നിട്ട് വിളിക്കാം. ഇല്ല പോണ ഇവൻ ഇമാർക്ക് 8 മണിക്ക് ചേട്ടാ. ചേട്ടല്ലടാ പയ്യൻടാ. ബ്രോ 1 മിനിറ്റ്. ആ പയ്യന് അടി കിട്ടും. ആ പയ്യന് ബാബുണ്ണന്റെ മോൻ. അയ്യോ, അപ്പൊ ഇവിടെ ട്യൂഷൻ പഠിക്കാൻ പറഞ്ഞു. അല്ല ബാബു ഇവിടുത്തെ ഉടമസ്ഥന്റെ മോൻ. ഇന്ന് വിളിയാണോ വിളിച്ചാ? നമ്മുടെ ട്യൂഷൻ സെന്ററിലല്ലേ, ബാക്കിൽ തന്നെ. മീനും ഉണ്ടോ അവിടെ? നീ ഇവിടെ വാ. സ്വന്തം മോനല്ലേ ഇപ്പൊ വിളി. നമ്മളൊന്നും കണ്ടിട്ടില്ല. ചുമ്മാ അമ്മ ധൈര്യമായിട്ട് പോയിട്ടോ. നേരെ പോയി അവിടെ എവിടെ കണ്ണചേട്ടനോട് പോയി ചോദ്യം. ഫുൾ സപ്പോർട്ട്. വിജയം ഇത്ര ഉണ്ടാണോ വലിക്ക്? പിന്നെ എങ്ങനെയാണ് ആളെ ശരിയാക്കണത്? കണ്ണചേട്ടൻ ഉണ്ടോ ചോദിക്കട്ടെ. എടാ അത് അങ്ങനെ ഇരുന്നിട്ടേ നീ ടക്കനെ വലിച്ചു നോക്ക്. അതായത് ഒരു സഡൻ പ്രഷർ വരുമ്പോ സീറ്റ് ബെൽറ്റ് കൊണ്ട് ഇതാ. ഇത് കണ്ട സഡൻ പ്രഷർ വരുമ്പോ സീറ്റ് ബെൽറ്റ് ഇതാവോടാ. കണ്ട ടൈറ്റ് ആണ്. അയ്യോ എടാ അങ്ങനെ അല്ല പൊട്ടാക്കണപ്പാ. എടാ അതായത് നമ്മളിങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഇരിക്കണ്, വണ്ടി ടക്കനയിൽ ഇടിക്കണ ആ ഒരു ടക്കന. അതാണ് സംഭവം. ബാക്കിലല്ല വണ്ടിയുടെ സീറ്റ് ബെൽറ്റ് ഫുള്ളി. എടാ ടൈം എടുത്ത് വലിക്കുമ്പോഴേ, ടൈം എടുത്ത് നമ്മൾ വലിക്കുമ്പോ അത് വരൂല. പക്ഷെ നീ ആ ടക്കന ഒരു ഫോഴ്സ് കണ്ട ലോക്കായ ഇത് യൂസ് ഉണ്ട്. ആ പക്ഷെ എനിക്ക് തോന്നണ അതിലേ നിന്റെ സൈഡിൽ ചെന്ന് തലേ കണ്ണാടി ഇടിക്കും. സീറ്റ് ബെൽറ്റ് തിരിച്ചടാ മണ്ട ഇടാനുള്ള അവിടെ നിന്നുള്ളത്. പൊട്ടാ എടാ പോടാ പൊട്ട, അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തോട്ടാ. ഇവന് അപ്പുറത്തോട്ടാ മനസ്സിലായില്ല. എടാ സീറ്റ് ബെൽറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട്. ആ അങ്ങനെയാണ് ഇടാനുള്ള. എങ്ങനെയൊക്കെ ആ ഇന്ന് സീറ്റ് കൊരുത്തിരിക്കാനുള്ള എല്ലാ പരിപാടിയും ഞാൻ കാണുന്നുണ്ട്. ആ അതാണ് സംഭവം. ഡെഡ് ബോഡി ആയിട്ട് കൊണ്ടുപോകാൻ അതെന്താ അങ്ങനെ നോക്ക്. ചുമ്മാ പിടിച്ചടാ. ചുമ്മാ ഇല്ലടാ, അതൊരു ഇതില് പോകുമ്പോ പിടിക്കും അത്. പക്ഷെ ഇതൊക്കെ ഒരു ഇവിടെ വെച്ചിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റ് വ്ലോഗ് എടുക്കാം. അതിന് 4 ബാക്ക് ഫ്രണ്ടിൽ വയ്ക്കണ്ടേ? ആ ഫോണെവിടെ? ഞാൻ ഫോണ അത് അമ്മ കൊണ്ടുപോയെന്ന് പറഞ്ഞു. അല്ല കൊണ്ടുപോയില്ലേ. ഇതാണ് സുഹൃത്തുക്കളെ
പുതിയ ഫോൺ IQ Neo ഇവിടെ IQ Neo 10R. ലൈറ്റിന്റെ അവിടെ വരും. IQ Neo 10R വില വന്നിട്ട് അറൗണ്ട് 20. ഫ്ലിപ്കാർട്ടിൽ നോക്കിയാൽ 28 അറൗണ്ട് 28 അങ്ങനെ. സ്പേസ് വന്നിട്ട് 128 GB ആ റേഞ്ചാണ് സംഭവം. ഇതാണ് ക്വാളിറ്റി പറഞ്ഞത്. എന്തൊരു ഞാൻ കാണിച്ചുതരാം ക്വാളിറ്റി. ഈ ക്വാളിറ്റി വരും. ആ വ്യത്യാസം നീ അങ്ങനെ പിടിച്ചാൽ താത്തി പിടിച്ചാൽ ചെറിയ തോതിൽ വ്യത്യാസം അറിയാം. അല്ല ഏകദേശം കുറച്ചും കൂടി ഡീറ്റെയിലിംഗ്. പക്ഷെ ഇതിലൂടെ ഇത് വരും. ഇത് മറ്റേ റിയൽമി 50 ലൈറ്റ് അല്ലേടാ? പക്ഷെ ഇത് 30% അതേ സെയിം ആണ്. പക്ഷെ ഫോണും കൊള്ളാം. ഈ ഫോണും കൊള്ളാം, ഈ ഫോണും കൊള്ളാം. ഇത് എൻ്റെ അടുത്ത് നമ്മുടെ ടെക് അണ്ണനായ അക്ഷയ് SB റെക്കമെൻഡ് ചെയ്തിട്ട് എടുത്തതാണ്. അത് എന്താ കോമഡിയാണ് കേട്ടാ. കോമഡി പറഞ്ഞുതരാം. ഞാനും അവനും കൂടി മറ്റേ ലുലു മാളിൽ പോയി. ലുലു മാളിൽ മറ്റേ നമ്മൾ നോർമലി ലുലു മാളിൽ നമ്മൾ മറ്റേ ലാപ്പ് നോക്കാൻ പോയി. എനിക്കൊരു ലാപ്പ്, അവൻ്റെ സെയിം ലാപ്പ് എടുക്കാൻ പോയി കേട്ടാ. ലാപ്പ് എടുക്കാൻ ചെന്നിട്ട് ലാപ്പിനെ പറ്റി അന്വേഷിക്കണമെങ്കിൽ എൻ്റെ പൊന്നോ അടുക്കാൻ വയ്യാത്ത വില. നേരച്ചെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ, മറ്റേ ഇതെടുക്കാന്ന് വിചാരിച്ച് EMI ഇട്ടുമല്ലോ നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കാണിച്ചപ്പോ തന്നെ ശരി നമ്മൾ EMI ഇത് ഓപ്ഷൻ അന്വേഷിച്ചപ്പോ തന്നെ ആദ്യം 1/3 അടയ്ക്കണമെന്ന് പറഞ്ഞു. അത് തന്നെ 70,000 ഒക്കെയാണ് ലാപ്പിന്റെ വില പറയണം. ലാപ്പിന്റെ 1/3 എന്ന് പറയുമ്പോ തന്നെ 25-30 കണ്ടല്ലേ 20 എത്ര സംതിങ് അടയ്ക്കണം. 20-15 അങ്ങനെ എന്തോ സംതിങ് അടയ്ക്കണം. അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൂടും എന്ന് പറഞ്ഞു. ഇൻട്രസ്റ്റ് 7,000-8,000 രൂപ ഇൻട്രസ്റ്റ് തന്നെ മാറണുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പകുതി കാറ്റി പോയി. അങ്ങനെ വിചാരിച്ച് പിന്നെ വേണ്ട കുഴപ്പമില്ലെന്നും പറഞ്ഞ് വന്ന്. ഇനിയിപ്പോൾ അടുത്തോർണം നോക്കി വെച്ചേക്കണം. അത് ഫ്ലിപ്കാർട്ട് മറ്റേ ആമസോണിൽ ബജാജ് ഫിനാൻസ് ഉണ്ട്. അത് നമുക്ക് നോ കോസ്റ്റ് EMI കിട്ടും. അപ്പോൾ അതിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. അതിന് അടവ് വലിയ അടവ് വരില്ല. 6,000 സംതിങ് വേണം. ഇതിന്റെ ഇതൊക്കെ വാങ്ങിച്ച് ഒട്ടിച്ചോളേ. എടാ ഞാൻ ഒട്ടിക്കാന്ന് പറഞ്ഞില്ലേടാ. ഇവിടെ ഫോണിന്ന് വന്നല്ലേടാ ഉള്ളു. നീ അടങ്ങടാ. ഇരുവിരിപ്പാണ് അന്ന് വാങ്ങിച്ച അന്നേനെ കൊണ്ട് ഒരുത്തന് വാങ്ങിച്ചതിന്റെ അന്നേനെ കൊണ്ട് ടെമ്പേർഡ് ഒട്ടിച്ചെടുത്ത് 3 വട്ടം ആ കടയിൽ കയറി ടെമ്പേർഡ് മാറി. ആദ്യത്തെ വട്ടം ഒട്ടിച്ച് കാറ്റ് മറ്റേ എയർ കയറി. രണ്ടാമത്തെ വട്ടം ഒട്ടിച്ച സൈഡ് കോണിച്ച്. മൂന്നാമത്തെ വട്ടം ഒട്ടിക്കാൻ ചെന്ന് സാധനം ഇല്ല. അങ്ങനെ മാറ്റി വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു കടയിൽ കൊണ്ട് ഒട്ടിച്ച് അത് ഗ്ലാസ് പൊട്ടിപ്പോയി. പിന്നെ അവർ മാറ്റി ഒട്ടിച്ചു. അങ്ങനെ അവിടെ നമ്മൾ ബാക്കി പറയട്ടെ. ഇടയ്ക്ക് ഈ ചെറുക്ക് ഇടയിട്ട് കിണ്ടുകൂടെ. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു അങ്ങനെ ലാപ്പിന്റെ മോഹം വിട്ടിട്ട് അമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ടാണല്ലോ ഇത് ഉദ്ദേശിച്ചത്. അപ്പൊ സർപ്രൈസ് ആയിട്ട് ഇവന്റെ ഇരിക്കണ ഇതിന്റെ ഹൈ സ്റ്റോറേജ് കൂടിയത് എടുത്തു കൊടുക്കാന്ന് വിചാരിച്ചു. എന്തരായി സ്റ്റോറേജ് കൂടിയത് എടുത്തു കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ചെന്ന് അന്വേഷിച്ചപ്പോ പറയണേ എന്റെ പേരിൽ കിട്ടില്ല. എനിക്ക് 23 വയസ്സായാലും ഈ ഡിജിറ്റൽ സാധനങ്ങൾക്ക് ഈ ഡിജിറ്റൽ സാധനങ്ങൾക്ക് നമുക്ക് EMI അങ്ങനത്തെ ഫൈനാൻസ് കിട്ടുള്ളൂ. അപ്പം അമ്മയുടെ പേരിൽ എടുക്കണമെങ്കിലും അമ്മ കറക്റ്റ് അവിടെ സ്പോട്ട് ചെയ്യണം. അമ്മയ്ക്ക് മറ്റേ അമ്മയുടെ ഒരു ഫോട്ടോ എടുത്താലേ അത് പ്രൊസീഡ് ചെയ്ത് കിട്ടും. അല്ലാണ്ട് നമുക്ക് വേറെ OTP വഴി അങ്ങനെയൊന്നും സംവിധാനം ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ആ പെട്ട് അമ്മയെ കൊണ്ടുവന്നെടുക്കുമ്പോൾ അതെന്തൊരു സർപ്രൈസ് എന്ന് പറഞ്ഞ് ഞാൻ നിന്നു. പിന്നെ ഒരു കാര്യം ചെയ്ത് ഞാനും അവനോട് ഇരുന്ന് കുറച്ച് നേരം ആലോചിച്ചു. എന്നിട്ട് അപ്പൊ അവനാണ് ഈ ഫോൺ റെക്കമെൻഡ് ചെയ്ത. ചെയ്തിട്ട് പറഞ്ഞു എടാ റെക്കമെൻഡ് എന്ന് ചെയ്യാൻ മറ്റേ ചന്ദ്രികയുടെ പരസ്യം കണക്കുണ്ട്. ഒന്ന് പറയട്ടളേ എന്നിട്ട് അങ്ങനെ അവൻ പറഞ്ഞു തന്നിട്ടാണ് ഈ ഫോൺ നോക്കണം. ഈ ഫോൺ നോക്കി കൊള്ളാന്ന് കണ്ട് അപ്പോഴേ അങ്ങ് ബുക്ക് ചെയ്തിട്ട് നേരെ ഇന്നലെ വരേണ്ട ഫോണ് ഞാൻ ഇന്നലെ വീട്ടിലില്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് ആക്കി ചെയ്തു. അങ്ങനെ ടപ്പനെടുത്ത ഫോണാണ്. എന്നിട്ടാണ് നോക്കിയത്. അപ്പൊ ഇവന്റെ ഈ ഫോൺ എടുക്കാനാണ് നമ്മൾ സത്യം പറഞ്ഞാൽ പോയത്. പക്ഷെ അമ്മയ്ക്ക് നല്ല കുറച്ചും കൂടി അതിപ്പോ എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടിയും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുമല്ലോ. സ്റ്റോറേജ് അത് നോക്കി എടുത്തോണ്ട് ഗെയിമിങ് സെറ്റപ്പ് എല്ലാം അതാ. എന്തായാലും ഗെയിം കളിക്കാൻ പോണില്ല നമ്മളാരും അതില്. അത് അവന്മാരെ ലോകം. ഞാൻ ഇതൊന്നും കട്ടിയില്ലേ. ഞാൻ ഇട്ടേക്ക് എന്നെ പിന്നെ വിളിച്ചോണ്ട് വന്നിട്ടൊന്നും കാര്യമില്ല കേട്ടാ. അപ്പൊ അവിടെയാണ് സംഭവം. ഇപ്പൊ ഇങ്ങനെ ഫോൺ ഇപ്പൊ എടുത്ത് ഈ Neo 10R ഈ വീടിനൊരു സ്റ്റോറി ഉണ്ട്. ഈ
ഈ വീടിന്റെ മേളത്തെ നിലയിൽ നിന്നാണ് അച്ഛൻ വീണത്. ഗൈസ് ഇതിന്റെ ടോപ്പ് കണ്ടോ, ടോപ്പിൽ ആ വളർന്നു നിക്കണ മരത്തിന്റെ ആ വളർന്നു നിക്കണ മരത്തിന്റെ സൈഡുണ്ട്. ആ വളർന്നു നിക്കണ മരം ഈ ചാന് ആ വീട്ടിന്റെ മണ്ടയിലോട്ടാണ് നിന്ന്. അപ്പൊ ആ മരത്ത് കൊമ്പ് വെട്ടാൻ കയറിയാണ് കാല് ചിറക്കി ഈ ഒന്നാമത്തെ ഈ ഒന്നാമത്തെ നിലയിൽ വന്ന് വീണ്. ഭാഗ്യത്തിന് മറ്റേ സ്ലോപ്പ് സാധനം ഉള്ളതുകൊണ്ട് അതിൽ വീടിച്ച് വലിയ സീനൊന്നും ഇല്ലാതെ വന്നു. സ്ലോപ്പ് സാധനം ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ചെറിയ മുറിവ്, ചെവിയുടെ മുറിവൊക്കെ ഉള്ളത്, അതുകൊണ്ട് വലിയ സീനില്ല. അങ്ങനെ ശ്രീജ അതീവ ഗംഭീരമായി വിളിച്ചിട്ട് വന്നിരിക്കുന്നു. ഫിസിക്സ് ആയിരുന്നു. സേഫ്റ്റി മെഷർ നോക്കിയാ ഇവ മറ്റേ വിരിവിരുത്ത ഒരു കിളികൾ ഒരിടത്ത് അടങ്ങിയിരിക്കില്ലല്ലോ, അതേ കണക്കാണ്. ഇവര് വിരിവിരി പിടിച്ചവനാണ്. സ്വഭാവം എല്ലാം അതേ കണക്ക് തന്നെ. അല്ല, കിളികൾ ഒരിടത്ത് അടങ്ങിയിരിക്കില്ല, ഇവരുടെ സ്വഭാവം അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇവനെ കിളി ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. ഹൈപ്പർ ക്യാമറ പിടിച്ചപ്പോഴേ പിറകി വന്നിട്ട് നക്കുന്നു പല്ലി വെക്കും പോലെ. എടാ നിന്നെയൊക്കെ ഗേ കപ്പിളെന്ന് പറയും ഇതിനകത്ത്. പെണ്ണ് കിട്ടാത്തതിന്റെ അഹങ്കാരം എന്നോട് തീർക്കരുത് കേട്ടോ. പെണ്ണറ്റ നിനക്കുണ്ടാ? എനിക്കില്ല. അടിച്ചടിച്ചടിക്കിട്ട് ആണിയല്ലേ. നന്ദുവിനും കിട്ടി, ചിത്തിനും കിട്ടി. അയ്യോ ചെറുക്കാൻ പറഞ്ഞു അങ്ങോട്ട്. ജിത്തെ സാരയില്ല ജിത്തെ, അല്ലേലും അങ്ങനെ നമ്മുടെ കഥാനായകൻ സുഹൃത്തുക്കൾ പള്ളിയിലെത്തിയിട്ട് വേണം. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളത് ഈ ഭീകരമായി വെറ്റാട് പള്ളിയിലെ ആഘോഷം കാണാൻ എത്തി. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റാട് പള്ളിയിലെ ഉത്സവം കഴിഞ്ഞു, ഇന്നലെയായിരുന്നു. 3 വേട്ടാവളിയന്മാര് ഒരു കിളവി പറയണ വാക്കും കേട്ടങ്ങ് ഇറങ്ങി. ഇന്ന് അവിടെ പരിപാടി കൊണ്ട് പോവാന്ന് എന്നും പറഞ്ഞ് ഇറങ്ങി. ഇതാ ഇവിടെ ഒന്ന് പെട്ട് നിൽക്കുന്നു. പെട്ടിക്കൊന്നുമില്ല, പരിപാടി ഇനിയിപ്പോൾ ഒരു മെഴുകിരി കാണിച്ച് കത്തിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ DJ കാണാൻ വന്നീണല്ലേ അല്ലേ? കർത്താവിൻ്റെ DJ കാണാൻ വന്നീണ്. പക്ഷെ കർത്താവ് ഇന്നലെ DJ നിർത്തി. അപ്പം ഇനി നേരെ ഒരു മെഴുകിരി എത്തിക്കുക, വീട്ടിൽ പോവുക, ഫോണൊക്കെ എല്ലാം തിന്നുക. പുതിയ ഫോണ് കിട്ടിയ ദിവസം ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചോ ശ്രീജയ്? ഈ കിളവി പറഞ്ഞു കേട്ടിട്ടാണ് വെറ്റാട് പോവാൻ ഇറങ്ങിയത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഈ സന്ദർഭത്തിൽ? ലൈൻ കട്ട് തിരി എത്തിച്ചിട്ട് വരാം. വരാനൊന്നും അമ്മയ്ക്ക് ദേഷ്യമാണ്. എന്താ തലക്ക് ഒഴിഞ്ഞിട്ട് അച്ഛൻ്റെ തലക്ക് ഒഴിഞ്ഞല്ലേ ഇട്ടേക്കണ? ഞങ്ങളെ സുഹൃത്തുക്കളെ, നമ്മൾ അതിഭീകരമായി ഇവിടെ കർത്താവിൻ്റെ DJ കാണാനെത്തി. DJ പരിപാടി തീർന്ന സ്ഥിതിക്ക് ഇനി മറ്റേ ഇതാ കളിയാ. അതല്ല, അങ്ങനെയില്ലേ, അങ്ങനെ കണ്ടല്ലേ ഒരു 9 കഴിച്ചുള്ളൂ അങ്ങനെയൊക്കെ ചോദിക്കല്ലേ. ഇവൻ ദിലീപ്, ഇത് നീ ആര്? ഹരിശ്രീ. ഞാൻ കൊച്ചിൻ കരീബ്. കറക്റ്റ് പേരല്ലേ? അല്ല, നന്ദു കയറിയ കറക്റ്റ് മറ്റേ ഹരിശ്രീ അശോകനാവും. അമ്മ പ്രാർത്ഥനയുടെ പാതയിലാണ്. നമുക്ക് ഈ ദൈവവിളി ഇല്ലാത്തോണ്ട് എന്താ അമ്മ കയറിപ്പോയാത്ത്. നമുക്ക് തിന്നാൻ പോയാലേ? കഴിച്ചിട്ടൊന്ന് കയറാം. ഓ, ദൈവവിളി ഉള്ള ദൈവം വിളിച്ച് കഴിക്കേ. ആഹാരമാണ് പ്രധാനം. ദൈവോടാ പറഞ്ഞ പുള്ളി അപ്പൊ എല്ലാവർക്കും പിച്ചു കൊടുത്തത്. ഓ, ജിത്തിന് വിവരമില്ലെന്ന് ആരാ പറഞ്ഞ? വാളി നമുക്ക് തിന്നാം, വാ നീ വാ, നിനക്ക് എന്തിനു വേണം? തിന്നാലേ പറഞ്ഞിട്ടുള്ളൂ, പറഞ്ഞിട്ടില്ല. എന്തിനു കഴിക്കും? അയ്യോ, അമ്മ ഇറങ്ങുമ്പോ നമ്മളെ കാണുന്നുണ്ട. അമ്മേടെ ഫോണില്ല.
ശരി. നമുക്ക് ഇവിടെ അവന്തോ തിന്നണമെന്നും പറഞ്ഞ് പോയാണ്. അമ്മ ഇറങ്ങാൻ നമ്മളെ കാണൂല. അതെ നീ നമുക്ക് ഈ മുഖവും ആ മുഖം ഏകദേശം ഇല്ലേ? ഇനി ആരെങ്കിലും നിന്നെ നോക്കി വരച്ചേണാടാ? ഇല്ലേ ചിത്ത ഇല്ലേ? ദൈവം, നമ്മുടെ കൂട്ടത്തിലെ ദൈവം. ഇത് കണ്ടുപിടിച്ച മഹാവ്യക്തിയായ ശ്രീജ. വൃത്തിയായിട്ട് പരിപാടി കാണിക്കണത്. യേശുവിന്റെ രൂപം യൂദാസിന്റെ പരിപാടി. കുറച്ച് ഡയലോഗ്. യേശുവിന്റെ രൂപം യൂദാസിന്റെ പ്രവൃത്തിയൊന്നും അല്ലല്ല, അങ്ങനല്ല. യേശുവിന്റെ രൂപം ഗോവിന്ദ ചാമിയുടെ പരിപാടി. ഗോവിന്ദ ഗോവിന്ദൻ ചാമി. ചാമി ഗോവിന്ദൻ ചാമി ഗോവിന്ദൻ ചാമി. നമുക്കൊരു ഫ്രൂട്ട്സിലടങ്ങി കാച്ചിയല്ലേ? നല്ല സൈലോ കേട്ടോ. മാറി ഇങ്ങോട്ട്. എനിക്ക് താല്പര്യമില്ല ബ്രോ, ഞാൻ ഷുഗർ കട്ടില്ല. ചായ പിടിച്ച നീ എന്തൊരു കട്ടിലാണെന്ന്? ഷുഗർ കട്ടില്ല. മാമി വാ, നമുക്ക് ഞാൻ ഇത് കുറച്ചാൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പൊ തൊട്ട് ഷുഗർ കട്ടില്ല, കാരണം പൈസ ഇല്ല മറ്റേ സാധനം മാച്ചളെ പൊങ്ങണ ചെവി വെച്ച പൊങ്ങോളി പൊങ്ങണ സാധനം ചെവി എന്നോട് പറഞ്ഞില്ല. എന്തുവാ ഉദ്ദേശിച്ചത്? ചെവിയിൽ വയ്ക്കുമ്പോൾ ഈ ക്യാപ്പ് ഉണ്ടല്ലോ, ഈ ക്യാപ്പാണ് ഉദ്ദേശിച്ചത്. ഞാൻ കൊതിച്ചു. നിങ്ങൾ എന്താണ് സ്ഥലം അങ്ങൂരെ കണ്ടത്? ഇത് പൊക്കാൻ പഠിക്കണം. ഇപ്പൊ അവനും പോകും. ഒറ്റയ്ക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ പിടിച്ചാ പോകും. ഇവനെയൊക്കെ കൊണ്ട് എന്തൊരു അവിടെ ചെറുക്കാ പൊട്ടിച്ചല്ല, അത് ഇളകി പോയി. പേപ്പറിൽ നിന്ന് ഇളയുന്നിട്ട് പൊട്ടിയെന്ന് പറയണടാ. നീയൊക്കെ ഇവിടത്തെ മണ്ടന്മാരടാ. ഒരു കൈ തന്നിട്ട് പോയി. പെട്ടുപോയി ഗൈസ്. അടുത്ത വീഡിയോയിൽ മാമി വന്നിട്ടുണ്ട് നമ്മളെ സഹായിക്കാൻ. അയ്യോ അവന്മാരെ പൊക്കിക്കും. ഇങ്ങനെ ഇവിടുത്തെ താഴത്തെ കാലേ കിട്ടും. അത് കറക്റ്റ് ചേട്ടാ. പെണ്ണില്ലെങ്കിലും അല്ലടാ, ഇവനെ ചിലപ്പോൾ ആവശ്യം വരും. ഇവന് ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. അവനാണ് ഇതിൽ ഹൈലൈറ്റ്. അതല്ല ഞാൻ കുറച്ച് നേരം ചോദിച്ചോ. എനിക്കെങ്ങനെ അറിയാം? 150 രൂപയ്ക്ക് പിടിച്ചിട്ട് തലയിക്കേണ്ട സാധനമൊന്നും ആവശ്യമില്ല. 150 രൂപയ്ക്ക് പിന്നെ പൊക്കണ സാധനം വേണം. അല്ല, ഞാൻ പിടിച്ച് കളിച്ചോളൂ. ആപ്പം പിടിച്ച് കഴിക്കുന്നതിനെ കുഴപ്പമില്ലല്ലോ. എടാ നമ്മളെ വഴി തെറ്റിപ്പോണം, അവരുടെ പോകും. ഇവരിത് എവിടെ പോണം? നന്ദു അതി വീട് നിന്നെ ഞാൻ ഒരു പാമ്പിട്ടൊക്കെ പേടിച്ച നന്ദു ഇങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ ഇങ്ങനെ എടുത്തില്ലേ? അവൻ വീഡിയോ ഓൺ ആക്കിയില്ലേ? സ്വന്തം മോനെ പറ്റി അപരാധം പറയണ നോക്കിയാണ്. പിന്നെ നാട്ടുകാരെ കുറിച്ച് പറയാൻ പറ്റുമോ? ഇതെന്താ കത്തിയാണ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ തുറന്നു. പക്ഷെ ഇതിങ്ങനെ തുറക്കണം ഓട്ടോമാറ്റിക് അല്ലേ, ഇങ്ങനെ തുറക്കണം. ചീപ്പല്ലേ? അവിടെ വെച്ചോ. ഒന്നുകൂടെ ഹലോ ഗൈസ്, സുഹൃത്തുക്കളെ, ഇനി നമ്മൾ അവസാനം കറങ്ങി തിരിഞ്ഞ് കെട്ടുകൾ പണി ശോഭിച്ചെങ്കിലും ഫയറി ബോക്സിൽ വന്ന് കിങ്സ്റ്റൺ മന്തി കഴിക്കാൻ പറ്റിയിരിക്കും. കിങ്സ്റ്റൺ മന്തി കഴിക്കുന്ന ആഹ്ലാദം നമ്പൂരി മുഖത്ത് തീർത്തി കാണും. വില ഒട്ടുമില്ല, വിലയോ തുച്ഛം, കുടുംബം വെച്ച് വല്ല മനസ്സിലായ പറഞ്ഞത്? അതായത് ഇതൊരു ടേബിൾ നമ്പർ.
ഞാൻ നോക്കിയപ്പോ ജോയിച്ചിട്ട് ജയസൂര്യ കണക്ക്. ആ ഹാ ഹാ. എന്താ ശാഖിയേട്ടോ പറഞ്ഞത്? ഒന്നും മനസ്സിലായില്ല, പക്ഷെ മനസ്സിലാവാത്ത പോലെ കാണിക്കട്ടെ. മാമിക്ക് മനസ്സിലായ എന്താ 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 അവൻ എന്തിന് കോളേജിട്ട് പഠിപ്പിക്കണം? നാണോ പഠിക്കാൻ പോണം. നാണോ ഉണ്ടാ? പഠിക്കാൻ പോണം, പഠിപ്പിക്കാനല്ല. അല്ല പഠിക്കാൻ പോണ നാണോ ഉണ്ടാ? അതുകൊണ്ടല്ലേ അമ്മയ്ക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. നാണോ ഉണ്ടെന്ന് അടി വാച്ചിരിക്കുന്ന നീ അടുത്ത് എന്തിനു പോയിരുന്ന? ചുമ്മാ അപ്പൊ എന്തിനാണ് പിടിക്കണം? ഞാനിത് ടാറ്റ കാണിക്കുന്നത്. എന്റെ സുഹൃത്തുക്കളെ, ചിക്കൻ കിങ്സ്റ്റൺ ചിക്കൻ മന്തി വിത്ത് മിന്റ് ലൈം. മിന്റ് ലൈം നോക്കിയിരുന്ന തരാം. എന്നിട്ട് നിങ്ങൾ ഈ പട്ടം അത് ചെയ്തു. ഒരു സ്ഥലത്ത് വന്നിരുന്ന് ഇവന്മാര് കാണിക്കണ കറാമ്പറപ്പുകളാണ്. ജിത്തിന്റെ വീഡിയോ ലീക്കായി. കിങ്സ്റ്റൺ മന്തി അന്ത് ഇവിടെ നോക്കടാ. ഇവരെ കാണുമ്പോൾ ഇപ്പൊ ഒരു മാച്ചില്ലേ? ചേച്ചിയും ചേട്ടൻ അനിയനും, ചേച്ചി അനിയനും. ഇവന്റെ ചേച്ചിയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേര്. അത്രയ്ക്കൊന്നും ഇല്ല. പ്രായം കൂടി കൂടി വരുന്നു. അത് എന്നെ കണ്ട സൈസ് ഒക്കെ ഉള്ളോണ്ടേ മുതുക്കളമായിട്ട് വന്നു. ഭർത്താവായി വിചാരിക്കാത്ത ഭാഗ്യം. എന്റെ മോൻ ഡിഗ്രി കഴിഞ്ഞ് ഇവന്റിൽ വർക്ക് ചെയ്യണം. അത്ര വലിയ മോനുണ്ടാ? ഞാൻ മുഖം ഒന്ന് കാണട്ടെ. അത് വേണ്ടി ലൈൻ കട്ട് അത് വേണ്ടി ഇച്ചിരി കൂടി മാസായിരുന്നു നിങ്ങളേക്കാത്ത. അത് നീ എപ്പോഴും ആസായിട്ട് ചിന്തിക്കണോണ്ടാണ് മാസായിട്ട് വന്നത്. അത് ഞാൻ പറയുന്നില്ല. നമ്മളെ ഈ ചീട്ട് കളിക്കൂലേ, അതൊരു കാർഡുണ്ട്, ഏറ്റവും വലിയ കാർഡ്. അതായിരുന്നു അതല്ലേ ഞാൻ മര്യാദക്ക് പറഞ്ഞ ആസായെന്ന് പോയി. മാസിന് ഒരു ആസായി. അതാണ് ഇപ്പൊ സച്ചുവിന്റെ മെയിൻ ഡയലോഗ്. എന്തൊരു ഊക്ക് കിട്ടിയാലും പറയും മാസ് വിത്തൗട്ട് എം എന്ന്. എപ്പോഴും പറയും, എപ്പോഴും പറയും. അവ എഴുതി വെച്ചേക്കണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ കിങ്സ്റ്റൺ മന്തി വന്നിട്ട് കാണാം. വന്നിട്ട് കാണാം. ഇത് രണ്ട് ബ്ലോഗ് എടുക്കും.